ഹലോ അസ്സലാമു അലൈക്കും. SLC അറബിക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് പരീക്ഷയ്ക്ക് ഏതൊക്കെ ഏരിയയാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് വല്ലാഹി മാ കദബ്തു എന്ന് പറയുന്ന ഒരു നാടകം, മസ്രഹിയത്ത് നാടകമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒന്നാമത്തെ പോയിന്റ് ഇബ്രാഹിമും അദ്ദേഹം ജാഹിദൻ തക്കിയൻ, അദ്ദേഹം ആരായിരുന്നു? ഒരു തെക്കുവയുള്ള ആളായിരുന്നു എന്നുള്ളത് സാധാരണ ഇതിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനിയോ മറ്റൊന്ന് ചോദിക്കാറുള്ളത് മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ തന്നിട്ട് കഥാപാത്രം ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഭാഗം എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഈ നാടകത്തിൽ നാടകം വലിയ ചാപ്റ്റർ, ഈ രണ്ടാമത്തെ യൂണിറ്റ് വളരെ കുറഞ്ഞ ചോദ്യങ്ങളെ വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഉമ്മും അതേപോലെ തന്നെ ഔലാദും തമ്മിലുള്ള ഹിവാർ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഹിവാർ നോക്കി വെക്കാം. പിന്നെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വർക്കിലേക്ക് പോണ സമയത്ത് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കഷനുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചില പ്രയോഗം, ഇപ്പോൾ ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ സെൻറ്റൻസിൽ പ്രയോഗിക്കുക എന്നുള്ള കാര്യം ഡിസ്കഷൻ ഉണ്ടെങ്കിലും പരീക്ഷയ്ക്ക് SLC എക്സാമിൽ സാധാരണ ചോദിക്കാറില്ല. ഓക്കെ, ഇനി മറ്റൊരു ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥ എഴുതിയിട്ടുള്ള അലി അഹമ്മദ് ബാക്കസീറിനെ കുറിച്ചുള്ള മൺപടം, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ചോദിക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറയാം, ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് വായിക്കുന്നത് നല്ലതാണ്. ഇത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ പേര്, സ്ഥലം, പുസ്തകങ്ങളുടെ പേര്, ഈ 3 പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഇതിലൊരു കവിതയാണ് അല്ലേ, മുആസാദു തിഫ്ല എന്ന് പറയുന്ന ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുള്ള കവിതയാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ കവിത കൊടുത്തുങ്ങാണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. കവിതൻ്റെ ലൈന് മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ മറ്റൊന്ന്, ഇതിൽ നിന്ന് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലോകത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ച്, കവിനെ കുറിച്ച് എന്ത് ചെയ്യാൻ ചോദിക്കാം. പിന്നെ കവിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇതിൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം നല്ലതാണ്. ഇനിയും മറ്റൊന്ന്, ഇതിൽ നിന്ന് ഗ്രാമർ 6 ദിവസം, 6ാമത്തെ ദിവസം 6 ദിവസം, ഇത് രണ്ടും വ്യത്യാസം എന്താണ്, എങ്ങനെ അറബിയിൽ പറയാൻ എന്നുള്ളത്, ആ ഒരു ഗ്രാമർ പാർട്ടി, ഒരു ഏരിയ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ലൈലയും ഉമ്മും തമ്മിലുള്ള ഹിവാർ, സ്ഥിരമായി പരീക്ഷയ്ക്ക് ഹിവാറുകൾ വരുന്നൊരു ഹിവാറാണ്, മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ട ഒരു ഹിവാറാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടും മുത്തറാദിഫുകൾ എന്ത് ചെയ്യാറുണ്ട്, സാധ്യതയുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ, മീനിങ് പറഞ്ഞ എക്സ്പ്ലനേഷൻ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ചാപ്റ്റർ റിവിഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതറിയാൻ ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് ചുരുക്കി അവതരിപ്പിച്ചതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ റിവിഷനിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കിട്ടും കേട്ടോ. ഓക്കെ, ശരി, ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുള്ളത്, എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.